വിശുദ്ധ തോമാസ് ശ്ലീഹ എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ വിശ്വാസം ഏറ്റുപറഞ്ഞ തോമാസ് ശ്ലീഹ ആ വിശ്വാസം നമ്മുടെ ഭാരതദേശത്ത് നമ്മുടെ പൂർവികർക്ക് നൽകി. ഏകദേശം 2000 വർഷങ്ങളായിട്ട് ലഭിച്ച ആ ക്രൈസ്തവ വിശ്വാസം ഇന്നും നമ്മൾ കെടാതെ സൂക്ഷിക്കുകയാണ്. നമ്മുടെ പൂർവികര് നമുക്കത് തലമുറകൾ ഇങ്ങനെ കൈമാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇന്നത്തെ ഒരു ദിവസം പ്രത്യേകമായിട്ട് ദുഃഖാന തിരുനാളിന്റെ ഒരു ദിവസം പ്രത്യേകമായിട്ട് ചിന്തിക്കേണ്ട ഒരു വലിയ കാര്യം, ഒരു സത്യം, പ്രത്യേകിച്ച് ഇന്നത്തെ തലമുറ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ലഭിച്ച ആ വിശ്വാസം അതേ തീഷ്ണതയോടെ വരും തലമുറയ്ക്ക് പകർന്നു കൊടുക്കുവാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ടോ എന്നതാണ്. തോമാസ് ശ്ലീഹ വഴി നമുക്ക് ലഭിച്ച ആ വിശ്വാസം പിന്നീട് നമ്മുടെ പൂർവികർ നമുക്ക് കൈമാറിക്കൊണ്ടിരിക്കുന്ന ആ വിശ്വാസം അതേ തീഷ്ണതയിൽ, നമുക്ക് ലഭിച്ച അതേ തീഷ്ണതയിൽ വിശ്വാസത്തിൽ നമ്മുടെ മക്കൾക്ക്, കുഞ്ഞുമക്കൾക്ക് പകർന്നു കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നത് നമ്മൾ ആത്മപരിശോധന ചെയ്യേണ്ട ഏറ്റവും വലിയൊരു കാര്യമാണ്. പ്രത്യേകിച്ച് ഇന്ന് തോമാസ് ശ്ലീഹയുടെ തിരുനാൾ ആഘോഷിക്കും. നമുക്ക് വിശ്വാസം പകർന്നു നൽകിയ ആ പിതാവിന്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ, അതുപോലെ തന്നെ നമ്മൾ മറ്റൊരു കാര്യം ഇന്നത്തെ ഈ തിരുനാളിന്റെ സമയത്ത് നമ്മൾ വിചിന്തനം ചെയ്യേണ്ടത്, ഏകദേശം 2000 വർഷങ്ങളായി ക്രൈസ്തവ വിശ്വാസം നമ്മുടെ ഭാരതദേശത്ത്, ഇന്ത്യയിലുണ്ട്, നമ്മുടെ ഈ കേരളത്തിലുണ്ട്. ഏകദേശം 2000 വർഷങ്ങൾ പിന്നിട്ടു, അല്ലെങ്കിൽ 2000 വർഷങ്ങളായി ഈ വിശ്വാസം നമ്മുടെ നാട്ടിലുണ്ടായിട്ട്, നമ്മുടെ ഈ ദേശത്തുണ്ടായിട്ട്. പക്ഷെ ഇന്നും വെറും 2% അല്ലെങ്കിൽ 2.5-3% മാത്രമേ ഇന്ത്യയിൽ ക്രൈസ്തവരുള്ളൂ എന്നത് നമ്മളെ ചിന്തിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. 2000 വർഷമായിട്ട് ഈ വിശ്വാസം നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷേ ആ ഒരു തീ, വിശ്വാസത്തിന്റെ ഒരു തീ നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷെ അതിനെ കത്തിപ്പടർത്തുവാൻ, മറ്റു സ്ഥലങ്ങളിലേക്ക് പടർത്തുവാൻ നമുക്ക് പലപ്പോഴും കഴിയാതെ പോയിട്ടുണ്ട്. ഈ ഒരു തിരുനാള് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു വലിയ കാര്യം, നമ്മളെ വിശ്വാസം അത് പകർന്നു കൊടുക്കുവാൻ കൂടിയുള്ളതാണ്. മാമോദിസ വഴി നമ്മളെല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു ദൗത്യമുണ്ട്. അറിഞ്ഞോ അറിയാതെയോ ആണെങ്കിലും, അറിയാതെയാണെങ്കിലും നമ്മുടെ തലതൊട്ടപ്പൻ അല്ല തലതൊട്ടമ്മ ഏറ്റുപറയുന്നുണ്ട്, ഒരു മിഷണറി ചൈതന്യത്തിൽ ഈ മകനെ വളർത്തിക്കൊള്ളാമെന്ന്. അതായത് നമ്മുടെ വിശ്വാസം അത് പകർന്നു കൊടുക്കുവാനുള്ളതാണ്. തോമാസ് ശ്ലീഹയെ പോലെ മറ്റുള്ളവർക്ക് വേണ്ടി പകർന്നു കൊടുക്കുവാനുള്ളതാണ്. പലപ്പോഴും, അല്ലെങ്കിൽ കഴിഞ്ഞ 2000 വർഷങ്ങളായിട്ട് അത് നമുക്ക് കഴിയാതെ പോയി എന്നത് വളരെ ദുഃഖിപ്പിക്കുന്ന, വിഷമിപ്പിക്കുന്ന ഒരു സത്യാവസ്ഥയാണ്. അതിനൊരു കാരണം എന്താന്ന് ചോദിച്ചിട്ടുണ്ട് എങ്കിൽ, നമുക്ക് ധൈര്യമില്ലാത്തതാണ് എന്നതാണ് അതിന്റെ സത്യാവസ്ഥ. വിശുദ്ധ തോമാസ് ശ്ലീഹയ്ക്ക് ഉണ്ടായിരുന്ന ഏറ്റവും വലിയൊരു ക്വാളിറ്റി അത് തന്നെയാണ്, ധൈര്യം. ധീരനായിരുന്നു. വിശുദ്ധ നഷ്ടപ്പെടുത്തേണ്ടി വരും. വിശുദ്ധ തോമാസ് ശ്ലീഹ ഏതോ ഒരു നാട്ടിൽ നിന്ന്, ഇസ്രായേൽ എന്ന ഏതോ ഒരു നാട്ടിൽ നിന്ന് നമ്മുടെ ദേശത്ത് വന്ന് നമുക്കെല്ലാം വിശ്വാസം പകർന്നു നൽകിയത് കൊണ്ടാണ് ഇന്ന് ഞാനും നിങ്ങളുമൊക്കെ ക്രിസ്ത്യാനിയായിട്ടിരിക്കുന്നത്. കർത്താവ് ഈശോ നാം ഓരോരുത്തരിൽ നിന്നും ഇതേ കാര്യമാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ഞാനും നിങ്ങളും ധൈര്യപൂർവം വിശ്വാസം, സുവിശേഷം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണം. പ്രത്യേകിച്ച് നമ്മുടെ ഭാരതദേശത്ത്, ഇന്ത്യയിൽ ക്രിസ്ത്യാനിയായി ഈശോയെ അറിയില്ലാത്ത ഒത്തിരി ജനങ്ങളുണ്ട്. ഇവർക്ക് സുവിശേഷം പകർന്നു കൊടുക്കുക എന്നുള്ളൊരു വലിയ ഉത്തരവാദിത്വം നമുക്കുണ്ട്. അതിന് നമ്മള് വിശുദ്ധ തോമാസ് ശ്ലീഹയെ പോലെ ധൈര്യശാലികളായിരിക്കുവാനായിട്ട് പരിശ്രമിക്കണം. വിശുദ്ധ തോമാസ് ശ്ലീഹയെ പോലെ മരണത്തെ പോലും ഭയമില്ലാത്തവരായിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ തന്നെ ഈ ഒരു ഭയം, മരണഭയം നമ്മളിൽ നിന്ന് പോകണം. അല്ല എങ്കിൽ നമ്മൾ എപ്പോഴും കംഫോർട്ട് സോണിൽ നമ്മൾ ജീവിക്കും. ഈ ലോക ജീവിതം ഇങ്ങനെ ജീവിക്കും. ഒരു ദിവസം മരിക്കും. ചിലപ്പോൾ
ഒരാണ്ടോ രണ്ടാണ്ടോ നമ്മളെ ഈ ലോകം ഓർക്കും. അത് കഴിഞ്ഞ് നമ്മളെ ഈ ലോകം തന്നെ മറക്കും. നമ്മുടെ മക്കൾ മറക്കും, നമ്മുടെ കൊച്ചുമക്കൾ മറക്കും. തോമാസ് സ്ലീഹായെ 2000 വർഷങ്ങൾക്ക് ശേഷവും നാം ഓരോരുത്തരും മറക്കാതിരിക്കുന്നതിന് ഒറ്റ കാരണമേ ഉള്ളൂ. തോമാസ് സ്ലീഹ മരണത്തെ ഭയപ്പെട്ടില്ല. നമുക്ക് ഓരോരുത്തർക്കും വിശ്വാസം പകർന്നു നൽകി ഈ ലോകത്തിൽ എന്തോ വ്യത്യസ്തമായിട്ട് ചെയ്തു. പ്രിയപ്പെട്ടവരെ, നമ്മളും ഈ ലോകത്തിൽ എന്തെങ്കിലും അല്ലെങ്കിൽ വിശ്വാസമില്ലാത്ത ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ഈശോയിൽ വിശ്വസിക്കാത്തവർക്ക് വിശ്വാസം പകർന്നു കൊടുക്കുവാനായിട്ട് നമുക്കും കഴിയട്ടെ. നല്ല നല്ല ദൈവവിളികൾ നമ്മുടെ ഇടയിൽ നിന്ന് ഉണ്ടാകട്ടെ, നല്ല മിഷണറിമാർ നമ്മുടെ ഇടയിൽ നിന്ന് ഉണ്ടാകട്ടെ. നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അതിനായിട്ട് വിശുദ്ധ തോമാസ് സ്ലീഹായുടെ മാധ്യസ്ഥം വഴി നമുക്ക് ഇന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നമുക്ക് തോമാസ് സ്ലീഹയെ കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ അച്ഛൻ പറഞ്ഞു തന്നു. അതെല്ലാവരും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം. പിന്നെ ചെറിയ സമയമാണ് അച്ഛനോട് ഉണ്ടായിട്ടുള്ളൂ. 15 മിനിറ്റ് സമയമാണ് നമുക്ക് ഇരിക്കുന്നത്. അടുത്ത 8 മിനിറ്റിലേക്കാണ് അച്ഛൻ പോകുന്നത്. അപ്പം അച്ഛൻ വന്ന് ഈ ചെറിയ സമയം നമ്മളോടൊപ്പം വായിക്കാൻ നല്ല മനസ്സിന് ഏറ്റവും സ്നേഹത്തോടെ വീടിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഒരു ഫാമിലി സിസ്റ്റർ ലീന തെരേസയുടെ എത്തിക്കൊണ്ട് ഏറ്റവും സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാനും ഇവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. ഇന്ന് എല്ലാവർക്കും അറിയാവുന്ന പോലെ തുക്കാന തിരുനാളാണ്. തുക്കാന എന്ന വാക്കിന്റെ അർത്ഥം അറിയാവോ ആർക്കെങ്കിലും? വെരി ഗുഡ്. ഓർമ്മയാണല്ലേ, പല വിധത്തിലുള്ള ഓർമ്മകള് അല്ലെങ്കിൽ തോമാസ് സ്ലീഹയെ കുറിച്ചുള്ള ഒരുപാട് ഓർമ്മകള് നമ്മുടെ മനസ്സിലുണ്ടാവും. പലപ്പോഴും നമ്മൾ ഇങ്ങനെ തോമാസ് സ്ലീഹയെ കുറിച്ച് പറയുമ്പോൾ ഒരു ഡൗട്ടിങ് നേച്ചർ അല്ലെങ്കിൽ സംശയിക്കുന്ന തോമ എന്നൊക്കെ നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്. ഞാൻ അതിനേക്കാളൊക്കെ ഉപരിയായി വിശുദ്ധ തോമാസ് സ്ലീഹയെ കുറിച്ച് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ വരിക നിലപാടുകളിൽ വളരെയധികം ഉറച്ചു നിന്നൊരു വ്യക്തിയായിരുന്നു തോമാസ് സ്ലീഹ. അതുകൊണ്ട് തന്നെ കർത്താവിൻ്റെ അടുത്ത് വാശി പിടിക്കാണ്, എനിക്ക് നിന്റെ തിരുവിലാവിലെ എൻ്റെ കൈകളെ സ്പർശിക്കണമെന്ന് വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. ഈ നിലപാട് ഉറച്ചു നിന്നു എന്ന് പറയുന്നതിൻ്റെ മറ്റൊരു വശം എന്ന് പറയുമ്പോൾ എല്ലാവരും ഭയന്ന് അകത്തിരുന്നപ്പോൾ തോമ എന്നൊരു വ്യക്തിയാണ് അച്ഛൻ പറഞ്ഞതുപോലെ. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരുപാട് ധൈര്യമുള്ള ഒരു മനുഷ്യനും കൂടെയായിരുന്നു. ആ ധൈര്യം തൻ്റെ ജീവിതത്തിലൂടെ അദ്ദേഹം പ്രാവർത്തികമാക്കി. ഇനി കർത്താവിൻ്റെ തിരുവിലായിൽ പോയി കൈയിട്ടും നോക്കിയില്ല. എനിക്ക് കാണണം എന്ന് പറഞ്ഞപ്പോൾ ഈശോ അവൻ്റെ ആഗ്രഹത്തെ മനസ്സിലാക്കിയിട്ട് വരാൻ എൻ്റെ ദൈവമേ എന്നുള്ളത് അതൊരു വിശ്വാസത്തിൻ്റെ വലിയൊരു പ്രഘോഷണമായിരുന്നു. എൻ്റെ പൂർണ്ണമായൊരു സമർപ്പണം, എൻ്റെ കർത്താവ്, എൻ്റെ ദൈവമേ. അതായത് വിശ്വാസം എന്നുള്ളത് അറിവിൽ നിന്ന് അനുഭവ തലത്തിലേക്ക് തോമാസ് സ്ലീഹയ്ക്ക് എത്താൻ സാധിച്ചു. നമ്മുടെയൊക്കെ കുടുംബജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും സുവിശേഷം 20-ാം അധ്യായം 24 മുതലുള്ള വാക്യങ്ങൾ. തോമസിന്റെ സംശയം. 12 പേരിൽ ഒരുവനും ദിദിമോസ് എന്ന് വിളിക്കപ്പെടുന്നവനുമായ തോമസ് യേശു വന്നപ്പോൾ അവരുടെ കൂടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് മറ്റു ശിഷ്യന്മാർ അവനോട് പറഞ്ഞു, ഞങ്ങൾ കർത്താവിനെ കണ്ടു. എന്നാൽ അവൻ പറഞ്ഞു, അവന്റെ കൈകളിൽ ആണികളുടെ പഴുതുകൾ ഞാൻ കാണുകയും അവയിൽ എൻ്റെ വിരൽ ഇടുകയും അവന്റെ പാർശ്വത്തിൽ എൻ്റെ കൈവയ്ക്കുകയും ചെയ്തല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല. 8 ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും അവന്റെ ശിഷ്യന്മാർ വീട്ടിലായിരുന്നപ്പോൾ തോമസും അവരുടെ കൂടെ ഉണ്ടായിരുന്നു. വാതിലുകൾ അടച്ചിരുന്നു. യേശു വന്ന് അവരുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. അവൻ തോമസിനോട് പറഞ്ഞു, നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക, എൻ്റെ കൈകൾ കാണുക. നിന്റെ കൈ നീട്ടി എൻ്റെ പാർശ്വത്തിൽ വയ്ക്കുക. അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. തോമസ് പറഞ്ഞു, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. യേശു അവനോട് പറഞ്ഞു, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു. കാണാതെ തന്നെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഈ ഗ്രന്ഥത്തിൽ എഴുതപ്പെടാത്ത മറ്റനേക അടയാളങ്ങളും യേശു ശിഷ്യരുടെ സാന്നിധ്യത്തിൽ പ്രവർത്തിച്ചു. എന്നാൽ ഇവ തന്നെയും എഴുതപ്പെട്ടിരിക്കുന്നത് യേശു ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നതിനും അങ്ങനെ വിശ്വസിക്കുക നിമിത്തം നിങ്ങൾക്ക് അവന്റെ നാമത്തിൽ ജീവൻ ഉണ്ടാകുന്നതിനും വേണ്ടിയാണ്. കർത്താവിന്റെ വചനം. അങ്ങനെ വിശ്വസിക്കുക നിമിത്തം നിങ്ങൾക്ക് അവന്റെ നാമത്തിൽ ജീവൻ ഉണ്ടാകുന്നതിനും വേണ്ടിയാണ്. 12 പേരിൽ ഒരുവനും ദിദിമോസ് എന്ന് വിളിക്കപ്പെടുന്നവനുമായ തോമസ് യേശു വന്നപ്പോൾ അവനോട് കൂടെ ഉണ്ടായിരുന്നില്ല. നമുക്ക് കാർലോസ് പ്രാർത്ഥന എല്ലാം
നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടി നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. സത്യത്തിന് സാക്ഷികളാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പിതാവായ മാർ തോമാസ് ശ്ലീഹായുടെ മാതൃക അനുസരിച്ച് നിന്നോടുകൂടി മരിക്കുവാൻ സന്നദ്ധരായ അനേകം മിഷണറിമാരെ ഭാരതത്തിന് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിലെ വിവിധ രംഗങ്ങളിൽ ജോലി ചെയ്യുന്നവർ സ്നേഹത്തിന്റെയും സേവനത്തിന്റെയും പ്രേക്ഷിതരായി പ്രശോഭിക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ സമർത്ഥമായി നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്റെ കർത്താവേ, എന്റെ ദൈവമേ എന്ന് ഉദ്ഘോഷിച്ചുകൊണ്ട് അങ്ങയിലുള്ള വിശ്വാസം ഏറ്റുപറഞ്ഞ തോമാസ് ശ്ലീഹായെ പോലെ കർത്താവും ദൈവവുമായി നിന്നെ ഏറ്റുപറയുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കും അവനോട് കൂടെ പോയി മരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നിർഭയനായി നിന്നെ അനുഗമിച്ച തോമാസ് ശ്ലീഹായെ പോലെ നിന്നെ പ്രതി ജീവൻ പോലും ത്യജിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബ കൂട്ടായ്മയിൽ സംപ്രീതനാകണമെന്നും പരസ്പര സ്നേഹത്തിലും സഹകരണം. ഒന്നാമത്തെ ചോദ്യം, തോമാസ് ശ്ലീഹായുടെ അപരനാമം രണ്ടാമതൊരു പേരും കൂടെ ഉണ്ട്. തോമാസ് ശ്ലീഹായുടെ ഭാരത പ്രവേശന തിരുനാൾ എന്നാണ്. തോമാസ് ശ്ലീഹ കേരളത്തിൽ എവിടെയാണ് വന്നിറങ്ങിയത്? ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ ഞാൻ മൂന്നാമത്തെ ചോദ്യം ഒന്നല്ല പറഞ്ഞത്, അത് 4 കേട്ടാ. 4 ഇട്ടാ മതി, കുഴപ്പമില്ല. മൂന്നാമത്തെ ചോദ്യം, തോമാസ് ശ്ലീഹ സുവിശേഷം അറിയിച്ചതായി കരുതപ്പെടുന്ന മറ്റു പ്രദേശം. മാർ തോമാസ് ശ്ലീഹ കേരളത്തിൽ സ്ഥാപിച്ച സഭാ സമൂഹങ്ങൾ അറിയപ്പെടുന്നത് എങ്ങനെ? മാർ തോമാസ് ശ്ലീഹ കേരളത്തിൽ വന്നതെന്ന് നിന്ന് മാർ തോമാസ് ശ്ലീഹ പിന്നീട് പോയ സ്ഥലം. ഇന്ത്യയിലെ രണ്ടാമത്തെ അപ്പസ്തോലൻ എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെ? മാർ തോമാസ് ശ്ലീഹായുടെ പ്രേക്ഷിത യാത്രകൾ വിവരിക്കുന്ന ഗ്രന്ഥം എന്ന സുറിയാനി പദത്തിന്റെ അർത്ഥം. കേരളത്തിലെത്തി നാം ഓരോരുത്തരെയും ക്രിസ്തുവിന്റെ വചനത്തിലൂടെ പ്രബോധിതരാക്കുകയും ജ്ഞാനസ്നാനം സ്വീകരിക്കുവാൻ നമ്മെ പ്രേരിപ്പിച്ചുകൊണ്ട് നാം ക്രിസ്തു വചനം ഏറ്റ് പറഞ്ഞ് ക്രിസ്ത്യാനിയായി തീർന്ന ഒരു ദിനമാണ് ഇന്ന്. ആ ദിനത്തിൽ നമുക്ക് വേണ്ടി സുവിശേഷം പ്രസംഗിച്ച സെന്റ് തോമസ് ശ്ലീഹായെ കുന്നുകൊണ്ട് കുത്തി കൊല്ലുകയും മരണമടയുകയും ചെയ്ത ദിനത്തിന്റെ രക്തസാക്ഷിത്വമാണ് ഇന്ന് നാം ആചരിക്കുന്നത്. പക്ഷേ ഈ റോമൻ കത്തോലിക്കർ മാത്രമാണ് ഇന്നത്തെ ഈ ദിവസത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. ലാറ്റിൻ സഭകളിലൊന്നും ഈ സെന്റ് തോമസിന്റെ ഈ ദിനത്തിന് യാതൊരു പ്രാധാന്യവുമില്ലാതെ കടന്നു പോകുന്നത്. നാം നമ്മുടെ സഭ സ്ഥാപിച്ച ദിനമായി തന്നെ കൊണ്ടാടുകയാണ്. തോമാസ് ശ്ലീഹ നമുക്ക് കൈമാറി തന്ന നമ്മുടെ വിശ്വാസം, പക്ഷെ പലരിലും വിശ്വാസത്തിന്റെ അളവ് വളരെയധികം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതര വിശ്വാസ കൂട്ടായ്മകളിലേക്ക് നമ്മളിൽ നിന്ന് ആളുകൾ അടർന്നു പോകുന്ന ചില ചിന്തകളും പ്രവണതകളും ഇന്ന് വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് കാരണം നമ്മുടെ ഈ കാലഘട്ടത്തിൻ്റെതായ ചില പ്രശ്നങ്ങളുണ്ട്. അതിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് തീക്ഷ്ണമായ രീതിയിൽ തമ്പുരാന് വേണ്ടി വേല ചെയ്ത തോമാസ് ശ്ലീഹായെ പോലെ നമുക്ക് വിശ്വാസം ഒരിക്കൽ കൂടി ഏറ്റുപറയുവാനും മുറുകെ പിടിക്കുവാനും അതിനെക്കുറിച്ച് ചിന്തിക്കുവാനുമുള്ള സുദിനമാണിത്. ഈ സുദിനത്തിൽ നാം ഓരോരുത്തരും വിശുദ്ധ തോമാസ് ശ്ലീഹായുടെ ഓർമ്മ ആചരിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ വിശ്വാസത്തെ ഏറ്റുപറയുകയും ചെയ്യാം. അതുപോലെ നമ്മുടെ യൂണിറ്റിലെ എല്ലാ തോമസ് നാമധാരികൾക്കും പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. അവർക്ക് ഏവർക്കും ഇന്നാൾ മംഗളങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നല്ലൊരു കൈകടി കൊടുത്തേ.
വിശ്വാസത്തിൻ ബോധ്യം ലഭിക്കുവാൻ ഈശോയുടെ മുറിവിൽ തൊടുവാൻ ഭാഗ്യം നേടിയ ശ്ലീഹായേ, വിശുദ്ധ തോമാ ശ്ലീഹായേ. അടിയുറച്ച വിശ്വാസത്തിൻ ബോധ്യം ലഭിക്കുവാൻ ഈശോയുടെ മുറിവിൽ തൊടുവാൻ ഭാഗ്യം നേടിയ ശ്ലീഹായേ, വിശുദ്ധ തോമാ ശ്ലീഹായേ. പൊന്നും കുരിശുമൊത്തപ്പോ പ്രാർത്ഥിക്കണമേ, പൊന്നും കുരിശുമൊത്തപ്പോ പ്രാർത്ഥിക്കണമേ, പൊന്നും കുരിശുമൊത്തപ്പോ പ്രാർത്ഥിക്കണമേ, പൊന്നും കുരിശുമൊത്തപ്പോ പ്രാർത്ഥിക്കണമേ. മലയാറ്റൂർ മലയും കയറി നിന്ദാസരെത്തുന്നു, അവിടുത്തെ തിരുവടി കാണാൻ പൊന്നും കുരിശുമുത്തപ്പോ. മലയാറ്റൂർ മലയും കയറി നിന്ദാസരെത്തുന്നു, അവിടുത്തെ തിരുവടി കാണാൻ പൊന്നും കുരിശുമുത്തപ്പോ. പൊന്നും കുരിശുമുത്തപ്പോ പ്രാർത്ഥിക്കണമേ, പൊന്നും കുരിശുമുത്തപ്പോ പ്രാർത്ഥിക്കണമേ, പൊന്നും കുരിശുമുത്തപ്പോ പ്രാർത്ഥിക്കണമേ, പൊന്നും കുരിശു
വഴിയും സത്യവും ജീവനുമാമേശുവിനെ പിൻചെല്ലാൻ ഞങ്ങൾക്കും പ്രേരണ തന്നൊരു ശ്ലീഹായേ, വിശുദ്ധ തോമാ ശ്ലീഹായേ. വഴിയും സത്യവും ജീവനുമാമേശുവിനെ പിൻചെല്ലാൻ ഞങ്ങൾക്കും പ്രേരണ തന്നൊരു ശ്ലീഹായേ, വിശുദ്ധ തോമാ ശ്ലീഹായേ. പൊന്നും കുരിശുമുത്തപ്പോ പ്രാർത്ഥിക്കണമേ, പൊന്നും കുരിശുമുത്തപ്പോ പ്രാർത്ഥിക്കണമേ, പൊന്നും കുരിശുമുത്തപ്പോ പ്രാർത്ഥിക്കണമേ, പൊന്നും കുരിശുമുത്തപ്പോ പ്രാർത്ഥിക്കണമേ. യേശുവിനൊപ്പം മരിക്കാൻ സഹശിഷ്യർക്കൊക്കെയും ധൈര്യം പകർന്നു നൽകിയ ധീരനാകും ശ്ലീഹായേ, വിശുദ്ധ തോമാ ശ്ലീഹായേ. യേശുവിനൊപ്പം മരിക്കാൻ സഹശിഷ്യർക്കൊക്കെയും ധൈര്യം പകർന്നു നൽകിയ ധീരനാകും ശ്ലീഹായേ, വിശുദ്ധ തോമാ ശ്ലീഹായേ. പൊന്നും കുരിശുമുത്തപ്പോ പ്രാർത്ഥിക്കണമേ, പൊന്നും കുരിശുമുത്തപ്പോ പ്രാർത്ഥിക്കണമേ, പൊന്നും കുരിശുമുത്തപ്പോ പ്രാർത്ഥിക്കണമേ, പൊന്നും കുരിശുമുത്തപ്പോ പ്രാർത്ഥിക്കണമേ. എന്റെ കർത്താവേ, എന്നുടെ ദൈവമേ, എന്നോതി വിശ്വാസത്തെ പ്രഖ്യാപിച്ച ശ്ലീഹായേ, വിശുദ്ധ തോമാ ശ്ലീഹായേ. എന്റെ കർത്താവേ, എന്നുടെ ദൈവമേ, എന്നോതി വിശ്വാസത്തെ പ്രഖ്യാപിച്ച ശ്ലീഹായേ, വിശുദ്ധ തോമാ ശ്ലീഹായേ. പൊന്നും കുരിശുമുത്തപ്പോ പ്രാർത്ഥിക്കണമേ, പൊന്നും കുരിശുമുത്തപ്പോ പ്രാർത്ഥിക്കണമേ, പൊന്നും കുരിശുമുത്തപ്പോ പ്രാർത്ഥിക്കണമേ, പൊന്നും കുരിശുമുത്തപ്പോ പ്രാർത്ഥിക്കണമേ. ഒരു നാളിൽ തൻ മുൻപിൽ പ്രത്യക്ഷനായൊരു നാഥൻ ധൈര്യം പകർന്നു പറഞ്ഞു, ഭാരത മണ്ണിൽ പോയിടൂ, തിരുവചനങ്ങൾ പകർന്നിടൂ. ഒരു നാളിൽ കൺമുൻപിൽ പ്രത്യക്ഷനായൊരു നാഥൻ ധൈര്യം പകർന്നു പറഞ്ഞു, ഭാരത മണ്ണിൽ പോയിടൂ, തിരുവചനങ്ങൾ പകർന്നിടൂ. പൊന്നും കുരിശുമുത്തപ്പോ പ്രാർത്ഥിക്കണമേ, പൊന്നും കുരിശുമുത്തപ്പോ പ്രാർത്ഥിക്കണമേ, പൊന്നും കുരിശുമുത്തപ്പോ പ്രാർത്ഥിക്കണമേ, പൊന്നും കുരിശുമുത്തപ്പോ പ്രാർത്ഥിക്കണമേ. ഭാരതസഭയുണരാനും വിശ്വാസ തീക്ഷ്ണതയിൽ നിറയാനും വളരാനും കാരണമായൊരു ശ്ലീഹായേ,
വിശുദ്ധ തോമാശ്ലീഹായെ ഭാരത സഭയുണരാനും വിശ്വാസ തീഷ്ണതയിൽ നിറയാനും വളരാനും കാരണമായൊരു ശ്ലീഹായെ വിശുദ്ധ തോമാശ്ലീഹായെ പൊന്നും കുരിശുമുത്തപ്പോ പ്രാർത്ഥിക്കണമേ, പൊന്നും കുരിശുമുത്തപ്പോ പ്രാർത്ഥിക്കണമേ, പൊന്നും കുരിശുമുത്തപ്പോ പ്രാർത്ഥിക്കണമേ, പൊന്നും കുരിശുമുത്തപ്പോ പ്രാർത്ഥിക്കണമേ. മലയാറ്റൂർ മലയും കയറി നിന്ദാസരെത്തുന്നു, അവിടുത്തെ തിരുവടി കാണാൻ.
മാർത്തോമാ നിൻ പുണ്യദിനം ഓർമ്മകളുണരും ദുഃഖാന തോരാമഴയത്താറുകളിൽ ആറാനകളൊഴുകും തോറാന പഴമക്കാരുടെ ചൊല്ലിൽ വിരിയും മാർത്തോമായുടെ മഹിതദിനം മാർത്തോമാ നിൻ പുണ്യദിനം ഓർമ്മകളുണരും ദുഃഖാന തോരാമഴയത്താറുകളിൽ